നമസ്കാരം. ഫ്രെയിം ടു ഫ്രെയിമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. 9 വർഷങ്ങളായി ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെ കള്ളക്കഥകൾ, ഇല്ലാത്ത നുണക്കഥകൾ ആരൊക്കെയാണ് പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ അത് കെട്ടിപ്പടുത്തത് ആരൊക്കെയാണെന്ന് ഈ കെട്ടിയുണ്ടാക്കിയ ഈ കഥകൾ പടച്ചുവിട്ടവർക്ക് കൃത്യമായിട്ടറിയാം. അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിൽ മീഡിയക്കാരുണ്ട്. ഞാൻ എല്ലാ മീഡിയക്കാരെയും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും അല്ല പറയുന്നത്. പക്ഷേ ഒരു തീയില്ലാതെ പുകയില്ല ഉണ്ടായില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ തീ ഉണ്ടായി, അതിൽ നിന്ന് പുകയുമുണ്ടായി. ഒരു കേരളം ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ ദിലീപ് എത്ര ദിവസം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു സഹോദരനോ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവോ ജയിലിൽ കിടന്നാൽ നമുക്കുണ്ടാവുന്ന സങ്കടം ജനങ്ങളുടെ മനസ്സിലുണ്ടായി, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടായി. എന്നാൽ ചിലരെങ്കിലും മനസ്സിലൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മനസ്സിലൊരു വിചാരമുണ്ടായി കാണും, അയാളിത് ചെയ്തു കാണും, ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്നൊരു വിചാരം ചിലർക്കെങ്കിലും ഉണ്ടായി കാണും. എന്നാൽ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നു, ദിലീപ് കുറ്റവാളിയല്ല, ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല, പ്രോസിക്യൂഷന് തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല, കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്ന രീതിയിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് കൊണ്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭാര്യയും മകളെയും സഹോദരങ്ങളെയും അമ്മയെയൊക്കെ വിട്ടിട്ട് ജയിലിൽ പോയി ചെയ്യാത്ത കുറ്റത്തിന് നിരന്തരമായ ദിവസങ്ങളിൽ ജയിലിൽ കിടക്കുന്നു. വാർത്താ മാധ്യമങ്ങൾ കീറി പരിശോധിക്കുന്നു. നടന്റെ അടുക്കള വരെ കയറി ചെല്ലുന്ന വാർത്താ മാധ്യമങ്ങൾ. നടന്റെ ഭാര്യയെ പോലീസ് 5 മിനിറ്റിനകം അറസ്റ്റ് ചെയ്യുമെന്ന് എഴുതി കാണിക്കുന്നു ചാനലുകളിൽ. സ്ക്രോളിംഗ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആരോ ഒരാൾ വിളിച്ച് പോലീസിനോട് ചോദിക്കുന്നു, ദിലീപിന്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യും 5 മിനിറ്റിനകം, ദിലീപിന്റെ ഭാര്യയുടെ അമ്മയെ അറസ്റ്റ് ചെയ്യും 5 മിനിറ്റിനകം, ഇതിൽ സത്യമുണ്ടോ? അന്ന് പോലീസ് പറയുന്നു, ഉദ്യോഗസ്ഥർ പറയുന്നു, കോടതി പറയുന്നു, അത് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഇത് ആരാണ് പടച്ചുവിടുന്നത്? ഇത്തരത്തിലുള്ള ന്യൂസുകൾ ആരെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഈ ഒരു മനുഷ്യനെ ജയിലിനകത്തിട്ടത്? അപ്പോൾ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ മെയിൻ ആളായിരുന്ന IPS സന്ധ്യ IPS സന്ധ്യ IPS പറയുന്നു, ഞങ്ങൾ ഇതിന് അപ്പീൽ പോകും. അപ്പോൾ അപ്പീൽ പോകും എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു പരമോന്നത കോടതി അല്ലെങ്കിൽ പോലും കോടതി ദിലീപ് എന്ന് പറയുന്ന നടൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഇതിൽ അപ്പീൽ പോകുന്നത്? അല്ലെങ്കിൽ അപ്പീൽ പോയാൽ ഞങ്ങൾക്ക് നീതി കിട്ടും എന്ന് പറഞ്ഞത് കൊണ്ടാണോ അപ്പീൽ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസ് സംവിധാനം, അന്വേഷണ സംവിധാനം, ഇതിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടില്ലേ? കാരണം ഇത് പോലീസ് അന്വേഷിച്ച് തെളിവുകൾ ഉണ്ടാക്കിയ കേസാണ്. ഞാൻ പ്രേക്ഷകരോട് പറയുന്നു, ഈ കേസിന്റെ ഭാഗമായി എന്നെ, അതായത് സാബു സർഗം എന്ന് പറയുന്ന എന്നെ ആലുവ പോലീസ് ക്ലബിൽ വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്തതാണ്. ഞാൻ അന്ന് ആലുവ പോലീസ് ക്ലബിൽ രാവിലെ 10:30 മണിക്ക് ഞാൻ അവിടെ എത്തി, വൈകുന്നേരം വരെ എന്നെ അവിടെ ഇരുത്തി സ്റ്റേറ്റ്മെന്റ് എടുപ്പിച്ചതാണ് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ്. ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾ ദിലീപിനെ എന്താണ് വിളിക്കുന്നത്? ഞാൻ ദിലീപിനെ ദിലീപേട്ട എന്നാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ അത് രേഖപ്പെടുത്താൻ പറഞ്ഞു. ഇദ്ദേഹം ദിലീപിനെ ദിലീപേട്ട എന്നാണ് വിളിക്കുന്നത്. നിസ്സാര, എനിക്ക് ഉള്ളിൽ ചിരി വന്നു. അത് ചിലപ്പോൾ ബുദ്ധിപൂർവമായ കേസന്വേഷണത്തിന്റെ ഭാഗമായിരുന്നിരിക്കാം. ദിലീപിനെ ദിലീപേട്ട എന്ന് വിളിക്കുന്ന ഒരാളിനെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു, അല്ല സ്റ്റേറ്റ്മെന്റ് എടുപ്പിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോലീസാണോ വാർത്താ മാധ്യമങ്ങളാണോ അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ കള്ളക്കഥ ഉണ്ടാക്കി ഈ നടനെ, ദിലീപ് എന്ന് പറയുന്ന നടനെ അകത്താക്കി കാരാഗൃഹത്തിൽ അടച്ചത് ആരാണ്? ഇതിന് ഇദ്ദേഹത്തിന്റെ കരിയറിൽ നഷ്ടപ്പെട്ട ദിവസങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിൽ നഷ്ടപ്പെട്ട സിനിമകളും ഇനി ആരാണ് തിരിച്ചു കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ആ കറ ആര് കഴുകിക്കളയും? ഇതിനെല്ലാം ഉത്തരം നൽകേണ്ടത് ഈ കള്ളക്കഥ പടച്ചുവിട്ട ആൾക്കാർ മാത്രമാണ്. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഒരുപാട് പേർ ഈ 9 വർഷമായിട്ട് ഒരുപാട് പേർ ദിലീപിന് സപ്പോർട്ടുമായിട്ട് രംഗത്തെത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ കാര്യം.
ഒരുപാട് പേര്, ഏകദേശം ഒരു 70% പേരും വിചാരിച്ചു ഇത് നുണക്കഥ തന്നെയാണ്, ഇത് ദിലീപിനെ കുടുക്കാൻ വേണ്ടി ചെയ്ത കാര്യം തന്നെയാണെന്ന്. ഒരു 60-70% ആൾക്കാരും കൃത്യമായിട്ട് ഇത് പറയുകയും അവർ പല സ്ഥലങ്ങളിലും ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, മലയാള സിനിമയിൽ തന്നെ സംഘടനകളുണ്ട്. ഒരുപാട് സംഘടനകളിൽ പ്രധാന ഭാരവാഹിത്യം കൈയാളിയിരുന്ന ഒരാളാണ് ദിലീപ്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവട്ടെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ആവട്ടെ, തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ ആവട്ടെ, അമ്മ പോലുള്ള സംഘടനയാവട്ടെ, ഇതിൽ കുറേ സംഘടനകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. ഈ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം തളർന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. തളരാതെ ഫൈറ്റ് ചെയ്തു. അവസാനം ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ആ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ന്യൂസ് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. അപ്പോഴും ഈ ഉപജാപക സംഘം പറയുന്നു അപ്പീല് പോകും. അപ്പീല് പോട്ടെ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രതികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഈ അതിജീവിതയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രതികൾ ആരൊക്കെയാണെന്ന് കേരളം കാണുന്നു. നിയമവ്യവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നു ഈ 6 പേരാണ് കുറ്റക്കാർ. ഇവിടെ ഗൂഢാലോചന നടന്നിട്ടില്ല. ദിലീപിനെതിരെ വന്ന ആരോപണം, കുറ്റാരോപിതനായ കാര്യം ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ഇവിടെ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് കോടതി പറയുന്നു. ഗൂഢാലോചന നടന്നു എന്ന് ഞാൻ പറയും. അതെവിടെയാണ്? ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു, അത് നടത്തി. ആരൊക്കെയാണെന്ന് കാലം തെളിയിക്കും. ദിലീപിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞ്, ശ്രീ രാമൻപിള്ള, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ വിധി, ഈ വിധിയുടെ പകർപ്പ് കിട്ടിയതിന് ശേഷം, അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇനി എന്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് രാമൻപിള്ള വക്കീൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്നെ ഇന്ന് ഈ വിധി അറിഞ്ഞത് മുതൽ എനിക്കിങ്ങനെ ഒരുപാട് കോളുകൾ വരുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിധി വന്നതിലെന്ന് എന്നോട് പങ്കിടുന്നു. അവരെല്ലാവരും എന്നോട് പറയുന്നു, നിങ്ങൾക്ക് ദിലീപേട്ടനെ പരിചയമുണ്ടെങ്കിൽ ദിലീപേട്ടനോട് പറയുക, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ മാനനഷ്ടത്തിന് കോടികൾ വെച്ച് കേസ് കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോഴും ദിലീപും ദിലീപിന്റെ വക്കീലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കും. എൻ്റെ മുത്തശ്ശി പറയുമായിരുന്നു, എടുത്തു ചാടുന്ന പശുവിന് കലങ്ങിയ വെള്ളമേ കിട്ടുള്ളൂ. നമ്മൾ എടുത്തു ചാടാൻ പാടില്ല. നമുക്ക് വെള്ളം ദാഹിക്കുമെങ്കിൽ അതിൻ്റെ അരുവിയുടെ കരയിൽ നിന്ന് എടുത്തു ചാടാതെ തെളിനീര് മുത്തി കുടിക്കുക. അത് തന്നെയാണ് ഇവർ സ്വീകരിക്കാൻ പോകുന്നത്. എടുത്തു ചാടുന്നില്ല, ചാടരുത്. ഇനി എന്ത് സംഭവം ഉണ്ടായാലും വിധി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചുപേരെങ്കിലും വിധിയിൽ, ഫെയ്ത്ത്, വിശ്വസിക്കുന്നുണ്ട്. ആ വിധി ഇന്ന് വന്നിരിക്കുന്നു. നമ്മൾ വിശ്വസിച്ച വിധി ഇന്ന് വന്നിരിക്കുന്നു. ദിലീപിനെ വെറുതെ വിട്ടു. ഇപ്പോഴും പൾസർ സുനി എന്ന് പറയുന്ന 1-ാം തരം ക്രിമിനൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഞാൻ അന്നും പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദിലീപ് ഈ കേസിൽ നിരപരാധി ആയിരിക്കും, വെറും കുറ്റാരോപിതൻ മാത്രമാണ്. അദ്ദേഹത്തിനെതിരെ കരിവാരി തേക്കരുത്. ആളുകൾ, ജനങ്ങളെ ഒരുപാട് ചിരിപ്പിച്ച് രസിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ്. ഇത് കുറ്റാരോപിതനാണ്, ഇതിന്റെ വിധി വരട്ടെ. ഇത് വിധി വരുന്നതിന് മുമ്പ് ദിലീപിനെയും ദിലീപിന്റെ കുടുംബത്തെയും ആരെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ വളരെ ശക്തമായി ആക്രമിക്കപ്പെട്ടു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ആരെങ്കിലും ആണ് ഇങ്ങനെ ഒരു സംഭവം, അവരവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും, നമ്മുടെ സഹോദരനാണ്, കുറ്റം ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായി മാറും. അവിടെ നമ്മളിൽ ആരുമല്ലെങ്കിൽ, നമ്മുടെ രക്തബന്ധു അല്ലെങ്കിൽ, നമ്മുടെ ബന്ധു അല്ലെങ്കിൽ, അവൻ കുറ്റം ചെയ്തു കാണും, അവൻ ചെയ്യും, അവൻ അങ്ങനെയുള്ളവനാണ്, അവൻ ഇങ്ങനെയുള്ളവനാണ്, എന്തെല്ലാം നമ്മൾ കേട്ടു. ഇവിടെയുള്ള മാമാ പത്രങ്ങൾ, മാമാ മാധ്യമങ്ങൾ എന്തെല്ലാം പറഞ്ഞു. ഞാൻ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന ഒരാളല്ല, ആക്ഷേപിക്കുകയില്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണയെ പോലുള്ള നട്ടലുള്ള പത്രക്കാരുണ്ടായിരുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം. ഇവിടെ ഒരിക്കലും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ കൈകടത്തുന്നു എന്ന് പറഞ്ഞിരുന്നാലും ഇന്ന് മാധ്യമങ്ങൾക്ക് 101% സ്വാതന്ത്ര്യമുള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയും കേരളവും ഒക്കെ. പക്ഷെ അവിടെ നീതിക്ക് വേണ്ടി നമ്മൾ പറയും, നാട്ടുപുറങ്ങളിൽ നന്മ ചെയ്യണം,
നന്മ ചെയ്തില്ലെങ്കിലും വേണ്ട, ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ട, ഉപദ്രവിക്കരുത് എന്ന് പറയും. ഇവിടെ റേറ്റിങ്ങിന് വേണ്ടി എന്ത് ഉപദ്രവവും ഉണ്ടാക്കുന്ന ഒരു സംഘങ്ങളായിട്ട് മാറിയിരിക്കുന്നു ചില മാധ്യമങ്ങൾ. അതിൻ്റെ നമ്പർ 1 ഇരയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന, മലയാളികൾ ഇഷ്ടപ്പെടുന്ന, മലയാളികളെ ചിരിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന നടൻ ദിലീപ്. ഇന്ന് വളരെ ആശ്വാസമായ ഒരു വിധി വന്നിരിക്കുന്ന ദിവസമാണ്. ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് പ്രാർത്ഥിക്കുകയും, ഞാൻ മാത്രമല്ല ഒരുപാട് ജനങ്ങൾ പ്രായഭേദമന്യേ, ഒരുപാട് പ്രായമുള്ള അമ്മച്ചിമാർ പറഞ്ഞു, ഞാൻ ദിലീപിന്റെ സിനിമ കാണാൻ ഇനി ഒരു സിനിമ എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ, അതൊക്കെ ദിലീപിന്റെ ചിത്രങ്ങളാണ്. എൻ്റെ വീട്ടിലുള്ള ഒരാളെ പോലെയാണ് ഞാൻ ദിലീപിനെ കാണുന്നത്. ദിലീപ് ഇങ്ങനെ ചെയ്യില്ല. എത്രയോ വലിയ വലിയ ആൾക്കാർ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ള സിനിമാക്കാർ, വളരെ സീനിയറും ലോകം അറിയപ്പെടുന്ന സംവിധായകനുമായ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു, ദിലീപ് ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മലയാള സിനിമയിലുള്ള ഒരുപാട് പേര് പറഞ്ഞു, 75-80% സിനിമാക്കാർ പറഞ്ഞു ദിലീപ് ഏട്ടൻ ഇങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ ദിലീപ് ഇത് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവരുടെ എല്ലാവരുടെയും വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിധിയാണെന്ന് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കോടതിയിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസത്തെ ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം, ഒരു ക്രിമിനലിന് കാശ് കൊടുത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി മാത്രം ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുതിരുമോ? ഒരു സഹപ്രവർത്തകയെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു ക്രിമിനലിന് കാശ് കൊടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിക്കുമോ? അത്രയ്ക്ക് മനസ്സാക്ഷിയില്ലാത്ത, ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരാളാണോ ദിലീപ്? ഇതിൻ്റെ കേസിനെ കുറിച്ച്, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണങ്ങളെക്കുറിച്ചും ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ എല്ലാവരും ഒത്തുകൂടി ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിക്കുന്നത് പോലെ ആലുവയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലും കോടതി പരിസരത്തും ഒക്കെ ജനങ്ങളുടെ സന്തോഷം അണ പൊട്ടി ഒഴുകുന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നു. എന്തു തന്നെയായാലും ഒരു വലിയ ഗൂഢാലോചന കോടതിയിൽ കുമിള പോലെ പൊട്ടി തകർന്നു. 9 വർഷം മാനസികമായി തകർന്ന് തരിപ്പണമായി പോയേക്കാവുന്ന ഒരു മനുഷ്യൻ ഇതാ നിരപരാധിയാണ് എന്ന് കോടതി നീതിന്യായ വ്യവസ്ഥ ചൂണ്ടിപ്പറയുന്നു. വളരെ സന്തോഷം. ഇനി മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കുവാനുണ്ട്. ഫ്രെയിം ടു ഫ്രെയിമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.